മുടിയിൽ തിങ്കൾ കലചൂടി പരന്നുയർന്നൊരു പൊന്നുരുമേലി പൊന്നായി മിന്നി നീ ഏഴിമലയിലെ ഏലമലയിലെ പീലി നീർത്തും മയില് പോലെ കനവിൽ കളിയാടാനോ. VMTV ന്യൂസിൻ്റെയും വിഘ്നേശ്വര മീഡിയ ടിവിയുടെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? എന്ത് ചെയ്യുന്നു? സ്ഥലം എവിടെയാ? ഇതൊക്കെ ആരാ? റിലേറ്റീവ്സ് ആണ്? എല്ലാവരും കൂടെ കറങ്ങാൻ ഇറങ്ങിയതല്ലേ? എന്താ പേര്? അനശ്വര. എന്ത് ചെയ്യുന്നു? പഠിക്കുന്ന ഡിഗ്രി. മീനാക്ഷി ഏത് ക്ലാസ്സിലാ? 4. ഇനി 5ലേക്ക് പോകും. ആലോചിക്കണേ, ഇപ്പൊ എത്രയിലാണ് എന്തോ ആലോചിക്കണേ. എന്റെ പേര് ആവണി. പേര് പറഞ്ഞതാണോ? എന്തോ രഹസ്യം പറഞ്ഞു. അവന്തികയ്ക്കാണ് ഭയങ്കര നാണം. അഭിരാമി 10th. ഓക്കെ, പേരെയും പരിചയപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ 10 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. ഇത് അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ കേട്ട് കാണും, ചിലപ്പോൾ കേൾക്കാത്തതായിരിക്കും. എന്തായാലും ക്ലൂസ് വരും. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. മനസ്സിലായോ? മനസ്സിലായി. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഒരാൾക്ക് ഭയങ്കര നാണം, മോൻ വിളി കാണിക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? കുസൃതി ചോദ്യ. കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? മല്ലിയില അല്ല, വേറെ. കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചാൽ കിട്ടും. മല്ലിയില കിട്ടിയെങ്കിൽ ഈ ഇല കിട്ടാൻ വലിയ പാടൊന്നുമില്ല. അറിയില്ല. രാവിലെ വൈകിട്ടൊക്കെ ഒരു സാധനം കുടിക്കാറുണ്ട്. തേയില കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ തേയില കറക്റ്റ് ആൻസർ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കടയിലൊന്നും കിട്ടാത്തൊരു മാവുണ്ട്, ഏതാണെന്നറിയോ? കടയിൽ നിന്ന് കിട്ടാത്ത മാവ്. കുസൃതി ചോദ്യ. നമുക്ക് എല്ലാവർക്കും ഈ ഒരു സാധനമുണ്ട്. തേന്മാവല്ല, ആത്മാവ് കറക്റ്റ് ആൻസർ ആണ്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ. വീണ്ടും ക്ലാപ്പ് കൊടുക്കും. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും ആഗ്രഹിക്കാത്ത ഒരു പണമുണ്ട്, എന്താണ്? ആരോപണം. ഞാൻ ഇവിടുന്നൊക്കെ നോക്കി കറക്റ്റ് അവിടെ ചെന്നപ്പോൾ ആൻസറും കിട്ടി. ആരോപണം കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർക്കും ഇഷ്ടമല്ലാത്തൊരു ദേശമുണ്ട്. ഉപദേശം കണ്ട് അവിടുന്ന് മനസ്സിലായി. ആ ഒരു ട്രിക്ക് പിടികിട്ടി അല്ലേ ആൻസറിൻ്റെ? ട്രാക്കിൽ വീണു കുട്ടി. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ആൻസർ പറഞ്ഞോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം പോകാൻ പറയും, പിന്നെ വരാൻ പറയുന്ന. ഗോവ. അതെ, അവിടെ ആൻസർ കിട്ടി ആദ്യം. പല്ല് എന്തുദ്ദേശിച്ചാ പറഞ്ഞത്? അതെന്തായിരുന്നു ആ ആൻസറിൻ്റെ? മനസ്സിലായില്ല. പല്ല്. എന്ത്? ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ് തീർന്നില്ല, അതിനും കൂടെ ആൻസർ കിട്ടി. സ്ഥലമാണ് ഉദ്ദേശിച്ചത്, സ്ഥലം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലൈസൻസ് ആവശ്യമില്ലാത്ത ഒരു ഡ്രൈവർ ഉണ്ട്, ആരാണ്? സ്ക്രൂ ഡ്രൈവർ. 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയേ. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര മത്സരമായിട്ട് വന്നേക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെട്ടും തോറും കൂടുന്നത് എന്താണ്? പറയൂ. ഇപ്പം മുടിയെന്നല്ലേ പറയാൻ വന്നാ? അല്ല, അവിടെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുമല്ല. വെട്ടും തോറും കൂടുന്നതെന്ത്? ഇത് ഓൺ ദ സ്പോട്ടിൽ. നഖമല്ല, അത് പെട്ടെന്ന് പതുക്കെ അല്ലേ. ഇത് വെട്ടും തോറും നമ്മൾ എത്ര വെട്ടുന്നു അതിനനുസരിച്ച് കൂടി വരും. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇത് വെട്ടിയെടുക്കാറുണ്ട്. എന്താണത്? അപ്പുറത്തെ വീട്ടുകാരായിട്ട് കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ഈ ഒരു സാധനം വെട്ടുമ്പോഴായിരിക്കും. ഇത് കൂടുതൽ ക്ലൂ ഒന്നും തരാൻ പറ്റത്തില്ല. എന്താ? അയ്യോ, ഇവിടെ എന്താ വായ
വെട്ടും തോറും കൂടുന്നത് എന്താണ്? അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വെട്ടി വെട്ടി എടുക്കാറുണ്ട്, വഴക്ക് കൂടാറുണ്ട്. പുല്ല്. പുല്ലല്ല, വെട്ടും തോറും കൂടുന്നത്. ടൈം ഔട്ടായി. വഴി വെട്ടാറുണ്ടോ? വഴക്ക് കൂടാറുണ്ടോ ചേച്ചി? ഉണ്ട്. അല്ല, ആദ്യം സത്യം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും യാത്ര ചെയ്യാത്ത ഒരു ബസ് ഉണ്ട്, ഏതാ? ആരും യാത്ര ചെയ്യാത്ത ഒരു ബസ്. യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അതൊരു ബസ്സാണ്. ഈ ബസ്സിന്റെ പേരൊന്നും പറയരുത്. അതും കറക്റ്റ് ആൻസറാണ്. ആരും യാത്ര ചെയ്യാത്ത ബസ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എക്സാം ടൈമിൽ ഈ ഒരു ബസ് കിട്ടാറുണ്ട്. ഞാൻ പറയത്തില്ല. എക്സാമിന് മുന്നേ ഇങ്ങനൊരു ബസ് വരും. ആ ബസ്സിൽ കയറിയാണ് പിന്നീടുള്ള നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു യാത്ര. എന്താണ്? സിലബസ്. കറക്റ്റ് ആൻസർ. 4 ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാട്ട് പാടുന്ന ആരുണ്ട്? പാട്ട് പാടോ? ആര് പാടും? പാട്. സ്മാർട്ട് കുട്ടിയാ. ഇരുൾ പരപ്പിലേറും മുടിയിൽ തിങ്കൾ കരചൂടി പരന്നുയർന്നൊരു പൊന്നുരുമേലി പൊന്നായി മിന്നി നീ ഏഴിമലയിലെ പീലി നീർത്തും മയില് പോലെ കനവിൽ കളിയാടാനോ തേരാമോഹം ഉടലാർന്നവനേ. വിളിക്കിടും. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ എല്ലാ പേരും. എന്തോടെ പാട്ട് പാടിയിട്ട് ആർക്കൊരു ഉത്സാഹം ഇല്ലാത്തത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. പറയുമ്പോൾ നിറമുണ്ട്, പക്ഷെ കാണുമ്പോൾ നിറമില്ല. എന്താണ്? അത് വഴിയോ? വഴി വിടൂ. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ പച്ചവെള്ളം. ആരാ പറഞ്ഞേ? കറക്റ്റ് ആൻസറാണ് തന്നെ. പച്ചവെള്ളം പറയുമ്പോൾ പച്ച നിറമല്ലേ, പക്ഷെ നിറമില്ലല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ തന്നെയാണോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞതെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എപ്പോഴും ചെവിയിൽ കാല് വെച്ചിരിക്കുന്നത് ആരാണ്? ഈച്ച. ഈച്ച ചെവിയിൽ കാല് വെച്ചിരിക്കും. ഹെഡ്സെറ്റ് ഇല്ല, എപ്പോഴും ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത്. ഹെഡ്സെറ്റ് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഹെഡ്സെറ്റ് പറഞ്ഞ ആൾക്ക് ഐഫോൺ അല്ല. എല്ലാത്തിനും ക്ലൂ ഇട്ട് കൊടുക്കണം. വേറെ ആരെങ്കിലും ആൻസർ പറയും. കമ്മലല്ല. എപ്പോഴും ഇവിടെ ആരും അത് വെച്ചിട്ടില്ല. ആരെയും കണ്ടില്ലല്ലോ. ഓ നല്ലൊരു ക്ലൂ പോണുണ്ട്, പക്ഷെ പറയണില്ല. നല്ലൊരു ക്ലൂ പോയി ഇപ്പൊ ഇച്ചിരി നേരത്തെ. പറഞ്ഞു കണ്ണട. ഒരു ചേട്ടൻ തലയിൽ കണ്ണടയും വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടു കേട്ടോ. നല്ല ക്ലൂ ആയിരുന്നല്ലേ? കറക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിൻ്റെ വിജയി അനശ്വരയാണ്. അനശ്വരയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.